ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഈവനിങ് പർച്ചേസിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. പൊന്നൂസിന് ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ നമ്മുടെ ഈ ചുറ്റുവളങ്ങര പ്രദേശത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ എവിടെ പോയാലും ആദിക്കുട്ടനെയും കൊണ്ട് പോകും. കാരണം ഞാനില്ലാതെ അവന് വീട്ടിൽ ഇരിക്കത്തില്ല. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ആൾ ബഹളം വെക്കും. അപ്പോൾ ആദ്യക്കുട്ടന് പരിചയമുള്ളത് അവിടെ ആയതുകൊണ്ട് അവിടെ എല്ലാം തന്നെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ കുറേ ദിവസം കൊണ്ടേ പറയുന്നുണ്ട് ന്യൂട്രല്ല വേണമെന്ന്. അങ്ങനെ പൊന്നൂസ് ന്യൂട്രലയൊക്കെ കൈക്കലാക്കി കേട്ടോ. പിന്നെ പൊന്നൂസ് എവിടെയൊക്കെ നോക്കുന്നുണ്ട്. ആദ്യക്കുട്ടന് ഫസ്റ്റ് ഫ്ലോറിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളമുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എന്ന് വേണം പറയാൻ. അതുപോലെ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഇവിടെ ഇങ്ങേയറ്റുന്നില്ല അങ്ങേയറ്റം വരെ എല്ലാം പെറുക്കി എടുക്കും. കൂടാണെങ്കിൽ ആ ചേച്ചിയും കാണും കേട്ടോ. ചേച്ചി വരുമ്പോൾ അത് എടുക്കല്ല, ആ താഴെ ഇടില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും അവനെല്ലാം എല്ലാം ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ ചേച്ചിക്കുട്ടി അവിടെയൊക്കെ തന്നെ ഉണ്ട്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് JCB ആണ്. JCB അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. വീട്ടിലിരുന്ന് അവനും ബോറടിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ യാത്രകളിലൊക്കെ അവനെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ അവനും അതൊക്കെ ഒരു സന്തോഷമാകട്ടെ. പിന്നെ ഇതാണ് ഒരു വെറൈറ്റി എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അവനിപ്പോൾ ആ സീറ്റേ കയറി ഇരിക്കണം എന്നാണ് അവൻ പറയുന്നത്. സീറ്റേ കയറി ഇരുന്നുകൊണ്ട് അവൻ അത് ഓടിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ തന്നെ ഇന്നുണ്ടെങ്കിൽ ബഹളം വെക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവൻ തന്നെ ഉരുട്ടിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ ചേച്ചി ഞങ്ങളുടെ ബൈക്കിൽ തന്നെ നിൽപ്പുണ്ട്. മോനെ താഴെ പൊട്ടിച്ചാൽ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവന് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുറേ നെയിൽ പോളിഷിൻ്റെ കളക്ഷനൊക്കെ നോക്കി. നല്ല കുറേ നെയിൽ പോളിഷൊക്കെ ഉണ്ട്. അപ്പോൾ 1-2 ഞങ്ങൾ എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ, മൈപ്പീൽ എവിടെ കണ്ടാലും നമ്മൾ വിടില്ല. വാങ്ങിയതൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യക്കൂട്ടം ഇനിയിപ്പോൾ അംഗനവാടി പോകുന്നതുകൊണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് പോവാണ് കേട്ടോ. ചേച്ചിക്കുട്ടി വളരെ കെയർ ചെയ്തൊക്കെയാണ് ആദ്യക്കൂട്ടനെ കൊണ്ടുപോകുന്നത് കേട്ടോ. ആദ്യക്കൂട്ടൻ തന്നെ സ്റ്റെപ്പ് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. പിന്നെ ആദ്യക്കൂട്ടന് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങി. ആദ്യക്കൂട്ടന് ആപ്പിൾ, അനാറ് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കുറേശ്ശെയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യക്കൂട്ടന് ഏറ്റവും ഇഷ്ടം ഒരു സാധനമുണ്ട്, ലേസും പൊക്കിക്കൊണ്ട് ആദ്യക്കൂട്ടൻ്റെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ലേസ് വേണം. ഞാൻ ലേസൊന്നും അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല, അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ അച്ഛനും ഇടയ്ക്കൊക്കെ വാങ്ങും. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് അടുത്ത് പോയിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ അടുത്തെല്ലായിട്ടാണ് 2 പേരും കണ്ണന്തള്ളിൽ നിൽപ്പുണ്ട് ഏതെടുക്കണമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ. ആദ്യക്കൂട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഏത് വേണമെന്ന്. അപ്പോൾ ചേച്ചിക്ക് ഉടനെ ഡയറി മിൽക്കയിലാണ് പിടുത്തം കേട്ടോ. അങ്ങനെ ചേച്ചി 2 ഡയറി മിൽക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യക്കൂട്ടിന് പിന്നെ അങ്ങനെയൊന്നും അറിയത്തില്ല. അവൻ ആകെ ഇരുന്ന് കിൻഡർ ജോയ് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു. അങ്ങനെ ബില്ലടിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കൂട്ടിന് കിൻഡർ ജോയിൽ എടുത്തിട്ടോ കേട്ടോ. അങ്ങനെ കിൻഡർ ജോയിന്ന് വാങ്ങിക്കാറേ ഇല്ല. ഇപ്പോൾ എത്രയാണ് 50 റുപ്പീസ് അങ്ങാണ്ടാണ് കിൻഡർ ജോയ്ക്ക്. അപ്പോൾ കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് ബഹളമുണ്ട്. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പൊന്നൂസിന് പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഒരു കിറ്റും കുറച്ച് പച്ചക്കറി ഐറ്റംസും ഒക്കെ ഞങ്ങൾ വാങ്ങി. ആദ്യക്കൂട്ടം വിചാരിക്കുന്നുണ്ട് അതെന്താ ബോളാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് ബോളല്ല, പഴുതനങ്ങയാണെന്ന്. ഓരോ യാത്രകളും ഓരോ പാഠങ്ങളാണെന്ന് പറയുന്ന പോലെ ആദ്യക്കൂട്ടന് അറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.